ഹലോ കള്ളുകുടിയന്മാരെ, ശ്രദ്ധിക്കൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വന്നതാണ്. അർജൻറ്റായി ഒരു കാര്യം മനസ്സിലാക്കുക. സംസ്ഥാന സർക്കാർ ഒരു തീരുമാനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഡ്രൈ ഡേ പ്രഖ്യാപിച്ചു. 1-2 ദിവസത്തേക്കാണ്, ഓർത്തുകൊള്ളുക. അതായത് 48 മണിക്കൂർ, 2 ദിവസം ഡ്രൈ ഡേ. നോ മദ്യവിൽപ്പനശാല ഓപ്പൺ. കരിഞ്ചന്തയിൽ നിന്ന് വില കൂടി കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതിൽക്കാട്ട് ലാഭം ഇപ്പോൾ തന്നെ പോയി സ്റ്റോക്ക് ചെയ്തോളൂ. നാളെ 6 മണി വരെയാണ് നിങ്ങളുടെ ടൈം. നാളെ 6 മണിക്ക് സുന പൂട്ടും. പിന്നെ തുറക്കുക 48 മണിക്കൂർ, അതായത് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. തെരഞ്ഞെടുപ്പ് 26-ാം തീയതി, 25-ാം തീയതിയും പൂട്ടി, 26-ാം തീയതിയും പൂട്ടി. തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ ശേഷം വൈകുന്നേരം 6 മണിക്ക് വീണ്ടും റീ ഓപ്പൺ ചെയ്യും. അപ്പോഴും കിടന്ന് തള്ളും പിടിച്ച് ഒന്നും പിടിക്കേണ്ട. 2 ദിവസത്തെ ഡ്രൈ ഡേ ആഘോഷമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി തീരുമാനിച്ചൊരു വലിയ തീരുമാനമാണ് ഞാൻ നിങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇത്രയും നല്ലൊരു ഇൻഫർമേഷൻ ഇനി തരാനില്ല. അപ്പോൾ കള്ളുകൂടിയന്മാരെല്ലാവരുടെ നേരം അങ്ങോട്ട് പോയിക്കോളി. ആവശ്യമുള്ളത് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തോളി. ഈ ഒരു കാര്യം, തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ ദിവസത്തിലും ഡ്രൈ ഡേ ഉണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ട്. അതും ഒരു അലർട്ടാണ്. ഏതായാലും തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഡ്രൈ ഡേ സ്പെഷ്യാലിറ്റി ആയിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ പോയിട്ട് ആവശ്യമുള്ള സാധനം വാങ്ങി സ്റ്റോക്ക് ചെയ്തോളൂ. നല്ലൊരു കാര്യം പറഞ്ഞൊരു കയ്യടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ കൂടെ ഒരു കാര്യം പറയുന്നത്, മദ്യം ഹാനികരമാണ്, അത് വിഷമാണ്, അത് വാങ്ങിച്ചടിക്കരുത്, ചത്തുപോകും. മാത്രമല്ല, നിങ്ങൾ ലിവറേ എന്ന് വിളിക്കുന്ന നിങ്ങളുടെ കെട്ടിയവളുമാർ ലിവർ ഇല്ലാതെ ജീവിക്കേണ്ടി വരും. നിങ്ങൾ അവരുടെ ലിവറാണല്ലോ. നിങ്ങളുടെ ലിവറായിരിക്കും ഈ മദ്യം അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് ഒരു കാര്യമാണ്. എന്നാലും ഒരു സ്നേഹത്തിൻ്റെ പുറത്ത്, പ്രത്യേകിച്ച് താമരയിൽ ജീവിക്കുന്ന താമരക്കാരാണല്ലോ നമ്മുടെ കേരളീയർ, ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ ഒരു യൂണിറ്റി, നിങ്ങളുടെ ആ നഴ്സറി പിള്ളേരെ പോലുള്ള ആ നിൽപ്പ്, അതൊന്നും മറക്കാനേ പറ്റത്തില്ല. അതുകൊണ്ട് മാത്രം പറയണം. ഇപ്പം നഴ്സറി കുട്ടികളെ പോലെ പോയി നിൽക്കണം എന്നുണ്ടെങ്കിൽ നാളെ വെളുപ്പിനെ ഉറക്കഴിച്ച് ഉടനെ പോയി നിന്ന് 6 മണിക്കുള്ളിൽ സാധനം വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തോ. 2 ദിവസത്തേക്ക് ഇത് കിട്ടാനുണ്ടാവത്തില്ല. ബ്ലാക്കിലോ കരിഞ്ചന്തയിലോ കരി മാർക്കറ്റിലോ ഈ സാധനം കൊടുക്കുന്ന തന്നെ പോലീസ് എടുത്ത് പൊക്കി തൂക്കിക്കൊണ്ട് പോകും. പിന്നൊരു കാര്യമുണ്ട്, ഞാൻ അറിഞ്ഞതാണ്, ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചാൽ അത് പ്രശ്നം വരും. വോട്ട് ഇന്ന പാർട്ടിക്ക് കുത്തിയാൽ ഒരു ഗുപ്പി ഫ്രീ എന്ന് പറയുന്നുണ്ട്. താമര ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ അവർ പറഞ്ഞതായിട്ട് എൻ്റെ ഒരു ഓർമ്മയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വോട്ട് നിങ്ങൾ പോയി ഇടുക. പക്ഷെ അവരോട് നിങ്ങൾ പറയേണ്ടത് യെസ്, നമ്മുടെ വോട്ട് താമരയ്ക്കണം എന്ന് പറഞ്ഞാലും അവർ തരും. ഏത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ടിടറേ, ഡ്രൈ ഡേ ആണെന്ന് മാത്രമേ ഇൻഫർമേഷൻ തന്നു. വേണമെങ്കിൽ കേൾക്കും, വേണ്ടാത്തവരൊക്കെ നടന്നു പോയി. എന്തായാലും മദ്യപാനികളെ നോക്കിയിട്ട് സർക്കാർ കൊഞ്ഞന കുത്തി. ഈ ഒരു കാര്യത്തിൻ്റെ മേൽ നിങ്ങളുടെ വേദന അറിയിച്ചു കൊണ്ടുവേണം വോട്ട് കുത്തി കൊടുക്കാൻ. മനസ്സിലായേ? ഈ സർക്കാർ മദ്യനയത്തിനെ അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞവർക്കുള്ള മുഖത്തടി അല്ലെങ്കിൽ ചെരുപ്പടിയാണ് 48 മണിക്കൂറുള്ള ഡ്രൈ ഡേ പ്രഖ്യാപനം. സോ ഡ്രൈ ഡേ സോഫ്റ്റ് ആക്കാൻ നിങ്ങൾ എത്രയും പെട്ടെന്ന് പോയി ആവശ്യമുള്ള സാധനം വാങ്ങി സ്റ്റോക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ വീണ്ടും പറയുന്നു, മദ്യം വിഷമാണ്, അത് കഴിക്കരുത്, അത് വാങ്ങരുത്, അത് വിൽക്കരുത്. സർക്കാരിന് വിൽക്കുക, സർക്കാരിന് വേറെ പണിയൊന്നുമില്ലല്ലോ, അവർക്ക് എന്തും ചെയ്യാം. നമ്മളതൊന്നും ചെയ്യാനായിട്ട് പോകണ്ട. അപ്പോൾ ഞാൻ നല്ലൊരു മെസ്സേജാണ് തന്നെന്ന് പറഞ്ഞിട്ട് നല്ല മെസ്സേജുകൾ താഴെ ഇടാൻ, തെറി വിളിച്ചാൽ തിരിച്ചും തെറി വിളിക്കും. ഞാൻ മഹാക്കുഴപ്പ, അതുകൊണ്ടാണ്. ടാറ്റാ.